பார்க்கும் போதெல்லாம் உடனே உருக மனமானையிட்டு கேட்டதே நிலை என்னை மீறி போனதே அன்பே இதயம் நிறைய ഒരു ആസை വന്നതേ. എന്തോന്നാടാ ഇവിടെ ബഹളമൊക്കെ? ജിമിൻഷി പറ. എടാ എനിക്ക് വയ്യ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അത്ര പെട്ടെന്ന് എന്താ കാര്യം? ഷുഗ എന്താ ബിബി? ഷുഗ ഇങ്ങനെ അടുത്ത് പറയാ. എന്താണ് നീ പറഞ്ഞവനോട്? ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ജിമിൻഷി. പറഞ്ഞു. എന്താ പറഞ്ഞ? അത് അത് പിന്നെ അപ്പോഴേ ഞാൻ പറയും മുരം കയറി അവനോടൊന്നും പറയരുതെന്ന്. എടാ അവൻ കുട്ടിയല്ലേ, ഇനിയും ടൈം ഉണ്ടടാ. എടാ അതിനൊക്കെ ഒരു നേരവും കാലമൊക്കെ ഉണ്ടടാ എൻ്റെ ജേക്ക്. നീ ഇത്രയും പെട്ടെന്ന് കാമശക്തനായകളാ. എന്തോന്ന് കാമശക്തൻ? ഏഴാടാ പുല്ലേ, നീ അവൻ പറയുന്നത് വിശദമായിട്ട് കേൾക്കടാ. വിശ്വസിക്കല അവൻ പറയുന്നതൊന്നും. സത്യമായിട്ടും ഈ ഡാഡി പറയുമോ? ഡാഡി എന്താ പറഞ്ഞ? അത് ഷുഗ പറയടാ. അത് പിന്നെ അടാ എന്തോ സംഭവം നടന്നു. എന്ത് പാടാ ചേക്ക് ഞാൻ ഈ കേൾക്കുന്നത് കാണുന്നത്. എടാ അവൻ പറയട്ടടാ, അതിനു മുന്നേ നീ എന്നെ തെറ്റിദ്ധരിക്കാതെടാ. കാര്യം പറ, എന്താ നടന്നത്? എന്താ അവൻ നിന്നോട് കാണിച്ചത്? എന്താ നിന്നോട് അവന് പറഞ്ഞേ? അത് പിന്നെ ഡാഡി പറയാ. എന്താ പറഞ്ഞേ? അത് ഞാൻ റോഡിൽ കിടക്കണമെന്ന്, എനിക്ക് റൂമില്ലെന്ന്. എന്താ എന്താ റോഡിൽ കിടക്കണമെന്നോ? നിനക്ക് റൂമില്ലെന്നോ? ആരാ പറഞ്ഞേ? എടാ ജിമേഷേ, എടാ നീ എന്തോന്നൊക്കെയാടാ വട്ടത്രം കാണിക്കുന്നത്? എടാ ഇങ്ങനെയൊക്കെയാണോ അവനെ കയ്യിലെടുക്കുന്നത്? എടാ നിന്റെ കൂടെ അല്ലേ ഷുഗ? അല്ല നീ അവന് വേറെ സെപ്പറേറ്റ് റൂമൊന്നും കൊടുത്തില്ലല്ലോ? ഇല്ല. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചത് അവൻ്റെ റൂം ഉണ്ടേന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ റൂമില്ല. എന്ത്? ആ റൂമില്ല, നീ എൻ്റെ കൂടെ ആണെന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും അവൻ ബഹളം ഉണ്ടാക്കിയടാ. ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തില്ലടാ. എടാ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ലടാ. എടാ 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 എന്താ എന്താ സത്യമായിട്ട് ഈ ഡാഡി എന്നോട് പറഞ്ഞു എനിക്ക് റൂമിൽ ഞാൻ ഓടിക്കിടക്കണം. ഞാൻ റോഡിൽ കിടക്കണമെന്ന് ഒന്നും പറഞ്ഞില്ലടാ. ഒന്ന് വിശ്വസിക്കെന്നെ ജിമേഷി. പോട്ടെ നിന്റെ ഡാഡി പറഞ്ഞത് സെപ്പറേറ്റ് നിനക്ക് റൂം വേണ്ട, നീ കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ ഡാഡിയുടെ കൂടെ അല്ലേ സ്പെൻഡ് ചെയ്യേണ്ട ടൈം. എനിക്ക് ഷുഗറിൻ്റെ കൂടെ വേണ്ട. ഷുഗ ഈ ഡാഡിയുടെ കൂടെ, അതായത് ബ്രോൻ്റെ കൂടെ, ജിമിൻ ബ്രോൻ്റെ കൂടെ അല്ലേ ഷുഗർ ബേബി? അതെ ബേബി, നീ നിന്റെ ഡാഡീൻ്റെ കൂടെ വേണം റൂം ഷെയർ ചെയ്യാൻ. എന്നെ കൊണ്ട് പറ്റൂല ഷുഗ. എനിക്കല്ലാതെ ഇങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ അങ്ങനൊന്നും പറയാതെ. എന്താ അവൻ പറഞ്ഞ? അത് ചേക്ക് കുട്ടിയല്ലേ, അവനൊന്നും അറിയത്തില്ല. കുറച്ച് നാള് അവൻ ഷുഗറോടെ നിൽക്കട്ടെ. അപ്പോ നീ? ഞാനെന്ത് ചെയ്യാനാ? ഞാൻ നിന്റെ കൂടെ വരാം. ശരി ഷുഗ, നീ ഓക്കെ അല്ലേ? ഡാഡി ഓക്കെ. ഞാൻ പറയുന്നില്ല ഡാഡി അടുത്ത് അപ്പോഴേ. ബേബി ഞാനില്ലാതെ ഇരിക്കത്തില്ല. ഓക്കെ, 2 ദിവസമേ ഉള്ളൂ കേട്ടോ ബേബി. നീ 2 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ആവണം. ഇനി നിന്റെ ഡാഡി എന്ന് പറയുന്നത് ജെയ്ക്കാണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഡാഡിയുടെ അച്ഛന്. എന്നോ തെറ്റിപ്പോയ, ഞങ്ങൾ രണ്ടുപേരും സെയിം ഡാഡിയുടെ മക്കളാണ്. പിന്നെ ഞങ്ങൾക്ക് എന്തിനു സെപ്പറേറ്റ് ഡാഡി? എനിക്കും ഡാഡിനെ മതി, ജിമിൻ ഡാഡിനെ മതി. അയ്യോ ഈ ഡാഡി അതല്ല എൻ്റെ തയോ. ഡാഡി എന്ന് വെച്ചാൽ ഡാഡിയല്ലേ? അയ്യോ ജിമിൻ വീണ്ടും എന്നെ കൊള്ളുന്നടാ. ഡാ സമാധാനപ്പെട്ടില്ല, ശരിയാക്കാം. കുഞ്ഞല്ലേ,
എടാ കുഞ്ഞോ, എത്ര വയസ്സ് കാണും അവന്? ഒരു 17, 18. എന്നിട്ട് അവൻ കുഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവന് മാത്രം കുഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചുകൂടാ. എടാ കോഴിത്തരം കാണിക്കാതെ. ജെക്കി ബ്രോ, ഞാൻ ബേബിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. ബ്രോ ഒന്ന് സമാധാനപ്പെടും. ബ്രോ, ബ്രോനോട് മാത്രമേ എനിക്ക് ഒരു സിമ്പതിയുള്ളൂ. ഇവന് ശരിയാക്കി തരാടാ. ഓടാ പട്ടി. ജെ.കെ. ജിമിൻ ജെ.കെയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എടാ ജെ.കെ, ജിമിൻഷി, എന്നാലും നീ അവൻ പറയുന്നത് കേട്ട് എന്നെ അവിശ്വസിച്ചില്ലേടാ? നീ എന്നെ അത്തരക്കാരനായിട്ടാണോടാ കരുതിയത്? എടാ ഞാൻ അവനെ ഒന്നും ചെയ്തില്ലടാ. എടാ സത്യ, അവൻ കരഞ്ഞപ്പോൾ ഞാൻ അവനെ എന്തോ ചെയ്തിട്ടാണ് എന്ന് കരുതിയില്ലടാ. എനിക്ക് അവന് ജീവനാണ്. അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് ആ മുഖം, കുട്ടിത്തരം മാറാത്ത ചിരി, സംസാരം. ഇതൊക്കെ ആസ്വദിക്കാനാണ് അവൻ റൂമിലെന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു ജിമിൻഷി. എടാ ജെ.കെ, സോറി. അപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. നീ എന്നോട് ക്ഷമിക്കടാ. എടാ അതൊക്കെ പോട്ടെ. ഷുഗർ കൂളായിട്ടാണല്ലോടാ നിന്നോട് ബിഹേവ് ചെയ്യുന്നത്. അവന് മെജോറിറ്റി ഉള്ളതുപോലെ തോന്നുന്നു. ജെ.കെ, അത് നീ പറഞ്ഞത് ശരിയാണ്. ഷുഗയാണ് മൂത്ത കുട്ടി, ചെയ്യണമെങ്കിൽ ഇളയതോ. ഞാൻ ആദ്യമേ തന്നെ ഷുഗയെ കണ്ട് സംസാരിച്ചിരുന്നു. എന്ത്? നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതിൻ്റെ സബിനെ കുറിച്ച്. എന്ത്? ഡാഡിയായിട്ടാണല്ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അവരുടെ. അതൊരു ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസിന് മാത്രമാണ്. നിങ്ങൾ ഞങ്ങളുടെ ബ്രൈഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റിലെ തന്നെ. ഫസ്റ്റ് അവൻ നോ ആണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വന്ന് യെസ് പറഞ്ഞു. അതിനുശേഷമാണ് മറ്റുള്ള ഫോർമാലിറ്റീസിലോട്ട് തന്നെ ഞാൻ കടന്നത്. അവനൊക്കെ ആണല്ലോ എന്ന് കരുതി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നു. എന്താ ചെയ്യുക, ഇവ ഓക്കെയാണ്, ആണ് കുറച്ച് പ്രശ്നം. ഇനി അവനെങ്ങാനും നോ പറഞ്ഞ അതൊന്നും പറയരുടാ. പറഞ്ഞ അപ്പം നോക്കാം. എടാ നീ വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്. മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ ജെ.കെ. ജിമിൻ്റെ കൂടെ ഓഫീസിൽ പോകാൻ റെഡിയായി. അങ്ങനെ അവർ ഷുഗയോട് യാത്ര പറഞ്ഞു ഓഫീസിലേക്ക് പോയി. ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ടോം ആൻഡ് ജെറി കാണുകയാണ്. മാൻഷനിൽ മെയ്ഡ്സ് ഉള്ളതിനാൽ അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും സംസാരിച്ചും ഇരുവരും അവിടുത്തെ ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടു പോയി. പിന്നീട് അങ്ങോട്ട് ടോം ആൻഡ് ജെറി തന്നെയായിരുന്നു ജെ.കെയും ഡേയും. ഇരുവരുടെയും ടോം ആൻഡ് ജെറി വാറിൽ ജിമിനും യോങ്കിയും പൊറുതുമുട്ടി. അങ്ങനെ ഇരിക്കെ ജെ.കെയും ജിമിനും ഒരു പാർട്ടി കഴിഞ്ഞ് തിരിച്ച് മാൻഷനിൽ വരികയും ആൽക്കഹോൾ കഴിച്ചതിനാൽ രണ്ടുപേരും അവരുടെ ഫീലിങ്സ് അവരുടെ ബേബീസിന്റെ മേലെ കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇരുവരും പ്ലാൻ ചെയ്തു. ഇരുവരെയും ബ്രൈഡൽ സ്റ്റൈലിൽ അവരവരുടെ റൂമിലേക്ക് രണ്ടുപേരും എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം നടന്നത് പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ ജെ.കെ ആണെങ്കിൽ ബ്രൈഡൽ സ്റ്റൈലിൽ ടേനെ എടുത്ത് ജെ.കെൻ്റെ റൂമിലും നമ്മുടെ ഷുഗേനെയും ജിമ്മിനെയും ബ്രൈഡൽ സ്റ്റൈലിലെടുത്ത് ജിമ്മിൻ്റെ റൂമിലോട്ടും കൊണ്ടുപോയി. അതിനുശേഷം അന്നത്തെ നൈറ്റ് ജെ.കെക്ക് ഹാർഡായിട്ടും ജിമ്മിന് റൊമാൻറ്റിക് ആയിട്ടും പോയി. ആണെങ്കിൽ നോർമലി 8 മണിക്ക് രാത്രി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീക്കുന്നത് 6 മണിക്കാണ്. ആ രാത്രിയൊക്കെ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മുടെ ടേക്ക് ഒന്നും അറിയില്ല. അവൻ പോയി കിടന്നു കഴിഞ്ഞാൽ പോത്താണ്. രാവിലെ 6 മണിക്ക് എണീക്കും. അപ്പോഴാണ് അവനെല്ലാം ഉൾക്കൊള്ളുന്നതെല്ലാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി. ഭയങ്കര ബഹളം ജെ.കെൻ്റെ റൂമിൽ. ഈ ബഹളം കേട്ടിട്ടാണ് ഷുഗയും ജിമ്മിനും ഉറക്കമുണ്ടായിരുന്നത്. ബേബി, എന്താ ബേബി? ചേടയും ജെ.കെ ബ്രോൻ്റെ സൗണ്ടല്ലേ കേൾക്കുന്നത്? അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ വയ്യ ബേബി. സാരല്ല, നീ കേട്ടോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവർ സ്ഥിരം പണിയല്ലേ അതൊക്കെ. പെട്ടെന്ന് ജിമ്മിൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഷുഗേനെ ബെഡ്ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് നേരെ ജെ.കെൻ്റെ റൂമിൽ ചെന്ന് ഡോർ നോക്ക് ചെയ്യാൻ തുടങ്ങി. ജെ.കെ, ജിമിൻഷി,
എടാ വാതിൽ തുറക്ക്. പെട്ടെന്ന് ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ടേ അടുത്തുണ്ടായിരുന്നു. ടേ ബെഡിൽ നിന്ന് ചാടി എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്തു. പെട്ടെന്ന് ജിമിൻ തിരിഞ്ഞു നിന്നു. ജെ.കെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ടേ ലോങ് ഷർട്ട് മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. മുട്ടിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് ഒന്നുമില്ല. പെട്ടെന്ന് അവൻ ഓടി വന്നിട്ട് നമ്മുടെ ടേനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജെ.കെ അവന് ഡ്രസ്സ് ഇടാൻ പറ. ജെ.കെ പെട്ടെന്ന് കണ്ണുകൊണ്ട് ഡ്രസ്സ് ഇടാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ടേക്ക് മനസ്സിലായി. പെട്ടെന്ന് നാണത്തോട് ടേ നമ്മുടെ ജെ.കെൻ്റെ വാഷ്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ജെ.കെനെ ജിമ്മിന് കിച്ചണിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. കാരണം ടേ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എന്തൊക്കെ നടന്നെന്ന് എല്ലാം വിശുദ്ധമായിട്ട് നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത് പറയും. അതിൽ നാണം കൊണ്ട് രണ്ടുപേരും കൂടെ നേരെ കിച്ചണിലോട്ട് നടന്നു. വന്ന് നോക്കിയപ്പോഴത്തേക്കും ടേ നോക്കിയപ്പോൾ അവർ രണ്ടുപേരെയും കാണാനില്ല. പെട്ടെന്ന് ഷുഗർ എടുത്തിട്ടേക്ക് ഓടി. ഷുഗയുടെ റൂമിൻ്റെ ഡോർ ഓപ്പണിലല്ല, ക്ലോസിലാണ്. പെട്ടെന്ന് നമ്മൾ ടേ ബേബി വാ, ഡോർ ലോക്ക് ചെയ്തിട്ടില്ല, നീ വാ. പെട്ടെന്ന് നമ്മുടെ ചെയ്ത് കേൾക്കേണ്ട താമസം ഓടി ഡോർ ഓപ്പൺ ചെയ്ത് എന്താ ടേ ബേബി രാവിലെ തന്നെ ബ്രോ ആയിട്ട് നീ എന്താ വഴക്കുണ്ടാക്കിയോ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിങ്ങളുടെ ഈ ടോം ആൻഡ് ജെറി കളിയൊക്കെ? പെട്ടെന്ന് നമ്മുടെ ടേ ഷുഗർ കവർ ചെയ്തിരുന്ന ബെഡ്ഷീറ്റിലോട്ട് കയറാൻ തുടങ്ങി. ഷുഗർ എന്താ എന്താ ബേബി? എടാ നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? എങ്ങനെ കിടക്കുന്നത്? പെട്ടെന്നാണ് നമ്മുടെ ഷുഗയ്ക്ക് എത്തിയത്. ഷുഗയുടെ ദേഹത്ത് ഡ്രസ്സേ ഇല്ല. ബേബി ടേ സോറി. എന്തുവാ ഇതെന്തൊരു കിടപ്പാ? അയ്യോ ഇങ്ങനെയാണ് നീ ഡാഡിയോട് കിടന്ന് ഇന്നലെ? അത് പിന്നെ ബേബി ബേബി അത് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണോ നടന്ന്? ഇങ്ങനെ അല്ലാതെ ജയിക്കല്ലേ ആ ഭ്രാന്ത്, അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനൊക്കെയാണ് നടന്നത്. രാവിലെ ആയപ്പോൾ ഞാനും ഇതേപോലെ കിടന്നേ. ഇവിടെ വന്നപ്പോൾ ജിമ്മിൻ ബ്രദറും ഇങ്ങനെ തന്നെയാണ് കാണിച്ചത്. രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബേബി ചുമ്മാ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കാൻ. പെട്ടെന്ന് നമ്മുടെ ടേയുടെ വായിൽ നമ്മുടെ ഷുഗർ കൈ വെച്ചു. മിണ്ടടുത്ത് എന്ന് കാണിക്കുന്നുണ്ട്. തല കുലിക്കിട്ട് മിണ്ടത്തില്ല. ടേൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടേ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സ് കാണിക്കുന്നില്ല. ലാസ്റ്റ് വന്ന് അടിയായി. ഈ ബഹളം കേട്ടിട്ട് ജെ.കെയും ജിമിനും കിച്ചണിൽ നിന്ന് നേരെ ജിമ്മിൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ടേ പറയുന്നത്, നീ വേണമെങ്കിൽ ഷുഗർ ജിമ്മിൻ ബ്രോയെ നിന്റെ ഹസ്ബൻഡായിട്ട് കരുതിക്കോ, മാരേജ് ചെയ്തോ. പക്ഷെ എനിക്കൊരിക്കലും ജെ.കെനെ ഹസ്ബൻഡായിട്ട് കരുതാനോ ഡാഡിയായിട്ട് കരുതാനോ കഴിയില്ല. അതെന്താ ബേബി? അതെന്ന് വെച്ചാൽ എനിക്ക് കോളേജിലൊരു പെൺകുട്ടിയായിട്ട് ക്രഷാണ്. ക്രഷ്? ഇത് കേട്ടതും നമ്മുടെ ജെ.കെൻ്റെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങി. പെട്ടെന്നാണ് ജിമിൻ അവൻ്റെ ഷോൾഡർ തട്ടി. നോക്കാം. ഇതൊന്നും വക വെക്കാതെ ജിമ്മിൻ്റെ കൈ ഷോൾഡറിൽ നിന്ന് ജെ.കെ തട്ടി മാറ്റി നേരെ അവൻ്റെ റൂമിലോട്ട് പോയി. ജെ.കെ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. ഒന്നും പറയണ്ട ജിമിൻ, എനിക്കാണ് തെറ്റ് പറ്റിയത്. ഞാനാണ് തെറ്റുകാരൻ. ജെ.കെ വീട് ജിമിൻ. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവൻ നേരെ അവൻ്റെ റൂമിൽ ചെന്ന് വാതിലടച്ചു. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു. അവൻ കാറെടുത്ത് എങ്ങോട്ടോ പോയി. ജെ.കെ ഞാൻ പറയുന്ന കേക്ക്. പുറകെ നിന്ന് നമ്മുടെ ജിമ്മിൻ വിളിക്കുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ കാർ ഓടിച്ചു പോയി. സമയം കടന്നുപോയി. ഇപ്പോൾ രാത്രി ഇരുട്ടി. ജെ.കെ ഇതുവരെ മനുഷ്യനിൽ തിരിച്ചെത്തിയിട്ടില്ല. ജിമ്മിനാണെങ്കിൽ ടെൻഷനായി. കാരണം ശത്രുക്കൾ നിറയുണ്ട് ജെ.കെക്കും ജിമ്മിനും. അവരെ എവിടെ ഒളിഞ്ഞു നിന്ന് ആപത്ത് സൃഷ്ടിക്കുമെന്ന് അറിയില്ല. ജെ.കെനെ ഒരുപാട് പ്രാവശ്യം വിളിക്കാൻ ശ്രമിച്ചു. റിങ് പോയി 2-3 പ്രാവശ്യം. ബട്ട് ജെ.കെ എടുത്തില്ല. അതിനുശേഷം വീണ്ടും ശ്രമിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ജിമ്മിനെ വല്ലാത്ത പരിഭ്രമം സൃഷ്ടിച്ചു. ജിമിൻ എന്താ ബ്രോ ഫോൺ എടുക്കുന്നില്ലേ? ആദ്യം റിങ് ചെയ്തു, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇതാദ്യമായിട്ടാണ് ഷുഗ അവനിങ്ങനെ ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കാണുന്നത്. അതും ടേ കാരണം. എവിടെ പോയി നമ്മളിപ്പോൾ അന്വേഷിക്കും? ബ്രോയെ അറിയില്ല.
എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ശത്രുക്കളുള്ളതാ. അവനിനി എന്തെങ്കിലും സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജെയ്ക്കിൻ്റെ ഫോണിൽ നിന്ന് ജിമിനൊരു കോൾ. ഹലോ ഹലോ ചേക്ക് എവിടെയാ? മറുഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജിമിൻ്റെ ഫേസ് മാറാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. உயிரே உருவே உன்னை பார்க்கும் போதெல்லாம் உடனே உருக மனமானையிட்டு கேட்டதே நிலை என்னை மீறி போனதே அன்பே இதயம் நிறைய ஒரு ஆசை வந்ததே அருகே இருக்க உடல் மொத்தம் என்னை கேக்குதே இடைவேளி இன்றி தாக்குதே அன்பே சொல்லாமல் போனாலும் எந்தன் காதல் அறிவாயோ ஏற்காமல் போவாயோ என நீ விலகிச் செல்வாயோ